കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും നിസ്സാരമായി ജയിൽ ചാടിയ ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമിക്കായി രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ്. ഈ പോസ്റ്റിൽ കേരളത്തിന്റെ മനസ്സ് നിറഞ്ഞ കമന്റുകളുണ്ട്. എത്രമാത്രം നിസ്സാര ഭാവത്തോടെയാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയും ഉദ്യോഗസ്ഥരും വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നികുതി പണം കൊടുത്ത് ഇവിടെ ജീവിക്കുന്ന പൊതുജനത്തെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത്. കൊലപാതക പീഡന ന്യായീകരണ പാൽക്കുപ്പികൾ എത്തും ചാമിക്കായി എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. ഷെറിനെ പോലെ തന്നെ ശിക്ഷ ഇളവ് കിട്ടേണ്ടിരുന്ന ആളാ കിട്ടാതായപ്പോൾ ചാടാൻ സൗകര്യം കൊടുത്തു, അത്ര തന്നെ എന്ന മട്ടിലുള്ള കമന്റുകളും ധാരാളമുണ്ട്. എന്തായാലും ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ് വായിക്കാം. പാവം ഗോവിന്ദച്ചാമി 14 കൊല്ലമായി ജയിലിൽ കിടക്കുകയല്ലേ, അതുപോരെ, അയാളെ മോചിപ്പിക്കാം. അതല്ലേ മാനവികതയും മനുഷ്യത്വവും. നമുക്ക് ഏവർക്കും ഒരേ മനസ്സോടെ ചാമിക്കായി ഒരുമിക്കാം. മേൽപ്പറഞ്ഞ ഡയലോഗുകളുമായി കൊലപാതക പീഡന ന്യായീകരണ പാൽക്കുപ്പികൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊക്കെ വിദേശത്തുള്ള മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ ആവോ, ഇന്നറിയാം. ഇങ്ങനെയാണ് ശ്രീജിത്ത് പണിക്കരുടെ ആ പോസ്റ്റ്. അതിൻ്റെ താഴെ വളരെ വ്യക്തമായി ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമൻറ്റുകളുണ്ട്. പ്രതികൂലിച്ച് കമൻറ്റുകൾ പറയുമ്പോൾ ഒരു സംഖ്യ ആയതുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമിയും സംഖ്യയാണ് എന്ന മട്ടിലാണ് ചില കമൻറ്റുകൾ വരുന്നത്. എന്തായാലും ചെങ്ങന്നൂർ ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിൽ മോചിതയായി പുറത്തു വന്നത് ഈ കഴിഞ്ഞ ആഴ്ചയാണ്. ഷെറിനടക്കം 11 പേർക്ക് സംസ്ഥാനത്ത് ശിക്ഷാ ഇളവ് നൽകി ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്ന് മന്ത്രിസഭാ യോഗം തന്നെയാണ് ശുപാർശ ചെയ്തിരുന്നത്. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ജയിൽ മോചനം സാധ്യമായത്. ആ കൂട്ടത്തിൽ തന്റെ പേരില്ലാതെ വന്നപ്പോൾ ചാമി പ്രതിഷേധിച്ചിട്ടുണ്ടാവണം എന്നതാണ് ഒരു വിലയിരുത്തൽ. എന്നാൽ നിന്നെ ജയിൽ ചാടിച്ചു തരാം എന്ന് പോലീസുകാരും പറഞ്ഞിട്ടുണ്ടാവണം. ആരും അറിയാതെ ചാടിക്കോ എന്ന് പോലീസുകാർ പറഞ്ഞു, സഹായിച്ചു എന്നാണ് ഇപ്പോൾ പരക്കുന്ന കഥ. ഷെറിന് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കണമെന്ന സർക്കാർ ശുപാർശ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ഇവർക്ക് അടിക്കടി പരോൾ കിട്ടിയിരുന്നു. ജയിലിൽ സഹതടവുകാരുമായി ഏറ്റുമുട്ടലുണ്ടായ സംഭവങ്ങൾ പുറത്തു വന്നിരുന്നു. സർക്കാർ ശുപാർശയ്ക്ക് ശേഷവും നല്ല നടപ്പിനാണ് അവര് പുറത്തേക്ക് വരുന്നത് എന്നാണ് പറഞ്ഞത്. സർക്കാർ ശുപാർശയ്ക്ക് ശേഷം ജയിലിൽ അവർ പ്രശ്നം സൃഷ്ടിച്ചു. ഇതൊക്കെ ചർച്ചയായിരുന്നു. അങ്ങനെ നല്ല നടപ്പുകാരി ഷെറിൻ പുറത്തു വരുമ്പോൾ ഇത്രയും കാലം 14 വർഷം നിന്ന് എന്നെ എന്തുകൊണ്ട് പുറത്തു വിട്ടുകൂടാ എന്ന് ചാമി നാച്ചുറലി ചിന്തിച്ചിട്ടുണ്ടാവും. ഇതിനിടയിൽ ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള ശ്രമം നീണ്ടതോടെ ഷെറിൻ സർക്കാർ പരോൾ അനുവദിച്ചിരുന്നു. ഇതൊക്കെ കണ്ടല്ലേ ചാമി അവിടെ ഇരിക്കുന്നത്. ചാമിക്ക് എങ്ങനെ അതിനുള്ളിൽ ഇരിക്കാൻ സാധിക്കും? ചാമിയെ സഹായിക്കുന്നവർ ചാമിയെ ഈസി ആയിട്ട് പുറത്തുവിട്ടു. ശിക്ഷാ ഇളവ് ശുപാർശയ്ക്ക് പിന്നാലെ സർക്കാരിലെ ഉന്നതതല ഇടപാടിലൂടെയാണ് ഷെറിന് പരോൾ ലഭിച്ചത് എന്ന ആക്ഷേപം ഉയരുകയുണ്ടായി. 14 വർഷത്തെ ശിക്ഷാ കാലയളവിൽ 500 ദിവസമാണ് അവർക്ക് പരോൾ ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന കാലത്ത് പരോൾ അനുവദിക്കാൻ നിയമ തടസ്സമുണ്ടെങ്കിലും ഷെറിന് ആദ്യം 30 ദിവസവും പിന്നീട് ദീർഘിപ്പിച്ച് കൂടുതലായി 30 ദിവസവും പരോൾ ലഭിച്ചിരുന്നു. 14 കൊല്ലം ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു കൊലപാതകയെ കേരള സർക്കാർ മോചിപ്പിച്ചല്ലോ, പിന്നെന്താ തനിക്ക് രക്ഷപ്പെട്ടുകൂടെ എന്ന് നാച്ചുറലി ഗോവിന്ദച്ചാമി നിശ്ചയിച്ചിട്ടുണ്ടാവും. തന്റെ അടുത്ത ഇഷ്ടക്കാരോട് പറഞ്ഞിട്ടുണ്ടാവും. അവർ വേണ്ട അവസരം പാതിരാക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ടാവും. ഗോവിന്ദച്ചാമിയുടെ ആത്മകഥം അതായിരുന്നു എന്നാണ് ഒരു വിദ്വാൻ കമന്റ് ചെയ്തിരിക്കുന്നത്. ഒരു കൈ ഇല്ലാത്തവന് പോലും വളരെ സിമ്പിളായിട്ട് ചാടാനാകുന്ന രീതിയിൽ എത്ര മനോഹര നിർമ്മിതികളാണ് നമ്മുടെ ജയിലുകൾ. ഒറ്റക്കൈന് പോലും ജയിലിൽ ചാടാൻ മാത്രം സുരക്ഷയെ നമ്മുടെ കേരളത്തിലെ ജയിലുകൾക്കുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് മറ്റൊരാൾ പറയുന്നത്. എന്നാൽ രസകരമായ കമന്റുകൾ ആളൂരിന് ബലിയിടാൻ പുറത്തിറങ്ങിയതാണ് എന്നും കൊടിസുനി തന്നെയല്ലേ കണ്ണൂർ ജയിൽ സുരക്ഷാ മേധാവി എന്നും തൃശ്ശൂരിലെ റെയിൽവേ സ്റ്റേഷനിലും പരിസരങ്ങളിലും ഭിക്ഷാടനം നടത്തിയിരുന്ന ഗോവിന്ദച്ചാമിയെ ഭിക്ഷാടന മാഫിയ കാശ് കൊടുത്ത് പുറത്തിറക്കിയതാണെന്നും ഒക്കെ മട്ടിലുള്ള കമന്റുകൾ പ്രചരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഭിക്ഷാടന മാഫിയുമായി ബന്ധമുണ്ടായിരുന്ന കാലത്ത് ലഹരി പുകയുന്ന കണ്ണുകളുമായി നടന്നിരുന്ന ഗോവിന്ദച്ചാമി മുംബൈയിലെ ഭിക്ഷാടന മാഫിയയുടെ കണ്ണിയായിരുന്നു എന്ന കാര്യം അധികം ആരും ശ്രദ്ധിച്ചില്ല എന്നതാണ് മറ്റൊരു വസ്തുത. താനെ, പനവേൽ, മുംബൈ എന്നിവിടങ്ങളിലെ ഭിക്ഷാടന മാഫിയയുമായും ഇയാൾക്ക് അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. തങ്ങളിൽ ഒരാൾ പിടിക്കപ്പെട്ടാൽ ഇത്തരം മാഫിയകൾ ഏതറ്റം വരെയും പോകുമെന്നതിനുള്ള ഉത്തമ ഉദാഹരണമായി മാറി ഗോവിന്ദച്ചാമിയുടെ അപ്പീലുമായി ആളൂർ എന്ന അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ എത്തിയത്. എന്തായാലും വളരെ മോശമായ ഒരു ഏർപ്പാടായിപ്പോയി. അതും മുഖ്യമന്ത്രിയുടെ നാട്ടിൽ കണ്ണൂരിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഒരു ജയിൽ ചാടിയിരിക്കുന്നു. അത് ജീവപര്യന്തത്തിന് വളരെ ക്രൂരമായ ഒരു കുറ്റം ചെയ്ത ഒരാൾ ജീവപര്യന്തത്തിന് തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജയിൽ ചാടിയത്. അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. ശരിക്കും ഈ ചോദ്യങ്ങളൊക്കെ പൊതുജനം അങ്ങോട്ട് ചോദിച്ചാലും സർക്കാരിനോട് ചോദിച്ചാലും സർക്കാർ ഒരു ചെവിയിലൂടെ കിട്ടും മറു ചെവിയിലൂടെ കളയുക എന്നുള്ള ആ ഒരു ശീലമുള്ളത് കൊണ്ട് തന്നെ മറുപടി ഒന്നും നമ്മളാരും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മസ്.